ആ പൊങ്ങച്ചമ്പിള്ളയുടെ കാർ അവിടെ കാണുമ്പോ നിങ്ങൾ തുടങ്ങണം. കഥ ഇങ്ങനെ: 3 കൊല്ലം മുമ്പ് 1 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ കടം വാങ്ങി. മുതലും പലിശയും തരാതെ പ്രശ്നമായി. കാശ് കയ്യോടെ തരാതെ വിടില്ല എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അയാള് ഞങ്ങളെ പോലീസിൽ എങ്ങാനും പിടിച്ചു കൊടുത്താലോ? ചെന്നകത്ത് കിടക്കണം. ലോക്കപ്പിൽ കിടക്കാത്ത കുറെ പുണ്യാളന്മാര്. നീയൊക്കെ ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ലോക്കപ്പിലും ജയിലിലും അല്ലടാ കിടന്നിട്ടുള്ളത്. ചരിത്രം പ്രസംഗിക്കാൻ നടക്കുന്നത് അതല്ല, ഒരു മേജർ ഓപ്പറേഷൻ നടക്കുമ്പോ എല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കണമല്ലോ. കമന്റോസ്. അതോടെ കാര്യത്തിലേക്ക് വരാം. എന്റെ കണ്ണ് നിറയുമ്പോ തന്നെ പിള്ളാച്ചൻ അലി ചക്രം ഇങ്ങോട്ട് തരുമ്പോ നിങ്ങളോട് ഞാൻ വാങ്ങാൻ പറയും, വാങ്ങണം. അയാള് പോയാ ഉടൻ നിങ്ങളുടെ പങ്ക് 25,000 രൂപ എടുത്തിട്ട് ബാക്കി ഈ അണ്ണൻ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടോണം. മനസ്സിലായി. അയ്യോ, കുഞ്ഞുകുട്ടി പോയാ മതി. പൈസ വാങ്ങിച്ചിട്ട് 1 ലക്ഷം രൂപ കടം വാങ്ങിട്ടെ മുങ്ങിടക്കായിരുന്നു. സുന്ദരേശിനെ വീട്. കാശ് തന്നിട്ടേ വിടും. കാശ് തന്നാ വേലിപ്പിക്കാൻ നമ്മുടെ കളി. അയ്യോ, ഇതൊന്നും വേണ്ട. എത്ര നാളുണ്ട് ഇങ്ങനെ തരണം. അത് ശരിയാ, സുന്ദരേശന് മറിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയ്യോ വേണ്ട, ഞാൻ അതല്ല പറഞ്ഞു. എപ്പോഴും എന്റെ കയ്യിലോട്ടല്ലേ തരണത്. ഇപ്പൊ നേരിട്ടങ്ങ് കൊടുത്താ മതി എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ പിള്ളാച്ച ചെന്നാട്ടെ, ഞാനും വെയിലത്ത് കിടന്ന് പിടിയും വലിയൊക്കെ നടത്തിയല്ലേ. ഓഫീസിൽ ചെന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട, ഞാൻ ഇതുവഴിക്ക് പോയിക്കൊള്ളാം. എന്റെ ജീവൻ രക്ഷിച്ചു സുന്ദരേശന് ഞാൻ പെരുവഴിയിലിട്ട് പോവാനോ? ഇത്രയും സ്നേഹം കാണിക്കുന്നവരുടെ കൂടെ അങ്ങ് ചെല്ലണ്ണ. കാശ് കൈ കിട്ടിയപ്പോ സ്നേഹം ചൊരത്തിയല്ലേ. ഞാനങ്ങ് പോയേക്കാം. പിള്ളാച്ച പാടോ, കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് പിരിയാന്ന്. ആയിക്കോട്ടെ. ഇത് പിടിച്ചു പറിച്ച പണമാ. അയാൾക്കും നമുക്ക് തുല്യ അവകാശമാ. സുന്ദരേശ, ഇയാളിത് ഇവിടെ മറന്നു. അയാൾ കള്ളനാ സാറേ. പാവ സാറിനെ പറ്റിക്കും. നിന്റെ ജോലി എന്താ? ഡ്രൈവിംഗ്. അത് നേരെ ചൊവ്വ അങ്ങ് ചെയ്താൽ മതി. ചെയ്യുന്നു സാർ. അയാൾ പുറകെ തന്നെയുണ്ട്. എന്റെ കാശ് ആള് തുരുട്ട് ഐശ്വര്യമായിട്ട് പോവാൻ ഇറങ്ങിയതാ. അപ്പോഴും ഒരുത്തന്റെ ആത്മഹത്യാ ശ്രമം. നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ആട്ടോയിൽ എങ്ങോട്ട് പോയി എഴുന്നള്ളി. എന്റെ അണ്ണൻ ഇന്ന് കാശ് കിട്ടുന്നു പറഞ്ഞതല്ലേ. അപ്പൊ ഒരു ഷോപ്പിംഗ് തന്നെ നടത്തി കളയാന്ന് വിചാരിച്ച് പുറകെ വന്നതാ. എന്നാ ഓടി നടന്ന് ഷോപ്പിംഗ് നടത്തും. എടി കാശ് ആമ്പിള്ളേര് കൊണ്ടുപോയി, ഇനി അവന്മാരെ തപ്പണം. അയ്യോ ദൈവമേ, കാശ് കളക്ഷന് പോകുന്നേ ഉള്ളൂ. അയാൾ ചത്തിട്ടില്ല. വേണ്ടൊരു വടേഷൻ കൂട്ടിക്കൊണ്ട് വരുന്നു. എടീ, നമ്മുടെ മോനെ വിളിച്ചു പറയാം. അവരെ ബത്തിട്ടാ പരിപാടിയൊക്കെ അറിയാലോ. പറന്നു അവന്മാരെ പറ്റിക്കോളും. നിങ്ങളായിരുന്നു. നീ ഈ കൊട്ടേഷൻ സംഘത്തിലുണ്ടോ? എന്റെ മൂപ്പിൽസിന്റെ കാശും കൊണ്ടാ നിങ്ങൾ ഓടിയത്. ആ വരുന്നത് എന്റെ അച്ഛനാ. ഇതും നിന്റെ അച്ഛനാണോ? ഇത് ഒറിജിനലാടാ. എവിടെയായിരുന്നു? ഞാനൊരു കുത്തിയ സ്ഥലത്തായിരുന്നേ. എടാ മോനെ, അച്ഛന്റെ കാശ് വാങ്ങിച്ചോടാ. നിന്റെ അച്ഛൻ രക്തം കൊടുത്തുണ്ടാക്കിയ കാശാടാ. അയ്യോ, ഞങ്ങൾക്ക് രക്തമൊന്നും വേണ്ടേ. ഉള്ള ഷെയർ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നാ മതി. കണ്ടോടി, നമ്മുടെ മോൻ വിളിച്ചപ്പോ അവന്മാർക്ക് എന്തൊരു അനുസരണം. ഒരേ തൊഴിൽ ചെയ്യുന്നവരല്ലേലും അങ്ങനെയാണോ? നമ്മുടെ മോൻ ഗുണ്ടയാണെന്നാണോ നീ പറഞ്ഞത്? അങ്ങനെ ഉറപ്പിക്കാറായിട്ടില്ല. ആ കോഴ്സിന് അവൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഷെയർ മോൻ തന്നെ രണ്ടര അടിക്കാൻ പോലും തികയത്തില്ല. അണ്ണാ, നമ്മുടെ മോൻ എടുക്കടി മോനെ, കുഞ്ഞുമോനെ, ഉമ്മ. കാശിഞ്ഞിതാ. ക്യാഷ് ഞാൻ ബാങ്കിലിട്ടോളാം. അയ്യോ, എന്റെ കാശ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോൻ ട്രെയിനിങ് എടുക്കുവാന്ന്. അവൻ കുഞ്ഞുമോനല്ല, ഡാഷ് മോനാണ്. അത് പിന്നെ മാങ്ങാണ്ടി നട്ട പ്ലാവ് പഠിക്കോ? ഇല്ലല്ലോ. നിങ്ങൾ ഒരു പിള്ളയെ പറ്റിക്കുന്നു, നിങ്ങളുടെ പിള്ള നിങ്ങളെ പറ്റിക്കുന്നു.